സുരേഷ് ഗോപി ബീനല്ലേന്ന് ചോദിച്ചു. മമ്മൂട്ടിയും അവരൊക്കെ സ്നേഹത്തിലൊക്കെ സംസാരിച്ച് 10-20 വർഷമായി അഭിനയിച്ചുള്ളൂ. നമ്മളാരും വിളിക്കുന്നില്ല, ഒന്നും വേണ്ട. നമ്മളൊരു ഫോൺ ചെയ്യാൻ കൂടി ആരുമില്ല. അങ്ങനെ ഒരവസ്ഥയിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോ 1 ലക്ഷം തികച്ചില്ല. അവരതുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത്, മൊബൈലാ എന്തൊക്കെയോ ചെയ്തു. ഇപ്പൊ എനിക്കിത് ചെയ്യാൻ കൂടി പൈസ ഇല്ലാതിരിക്കുന്നു. ചേച്ചിക്ക് പറ്റുമെന്ന് ആലോചിക്കാത്ത സാരല്ല, ഒറ്റത്തല്ലല്ലേ, പോയി എന്ത് നോക്കാൻ. അങ്ങനെ വിചാരിച്ച ഞാൻ എപ്പോഴും ജീവിക്കുന്നത്. അവര് കല്യാണം കഴിച്ചൊക്കെ ജീവിക്കണല്ലേ, അവർക്ക് നമ്മളൊരു ബാധ്യതയാവൂലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വീടും കൂടി ഇല്ലാന്നെങ്കിൽ ഞാൻ വലിയ റോട്ടിൽ നടക്കേണ്ടി വന്നാലേ. മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയൊക്കെ ഇവരെ വളർത്തി പോറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും മറന്നുപോയി, അത്രയും മാനസിക പീഡനവും. ഇപ്പം എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷമായി. അമ്മയുണ്ടെങ്കിൽ നമുക്ക് അമ്മയുണ്ടെങ്കിൽ വിചാരിക്കാം. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് എന്തിനെങ്ങനെ ജീവിക്കണം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറാക്കാം. ഈ ഒരു ഡയലോഗ് അറിയാത്ത മലയാളികൾ ഉണ്ടാവേയില്ല. കല്യാണരാമനിൽ സലിംകുമാറിനെ പോലും മലത്തി അടിച്ചൊരു സീനുണ്ട്. ആ സീനിൽ അഭിനയിച്ച നമ്മുടെ ഭവാനി ചേച്ചി, ഭവാനി എന്നല്ല ശരിക്കും പേര് കുമ്പളങ്ങി ബീന എന്നാണ്. ബീന ചേച്ചിനെ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ചേച്ചി ഇപ്പോൾ ഉള്ളത് ആ ഒരു അവസ്ഥയിലേ അല്ല. ക്യാൻസർ പിടിപെട്ടിട്ട് വളരെ ഒരു മോശം അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചേച്ചിയുടെ വീടിന് മുമ്പിലാണ്. ഈ ഒരു വീട് അമ്മ സംഘടന നിർമ്മിച്ചു കൊടുത്തൊരു വീടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ചേച്ചി കുറച്ച് നാൾ അനാഥാലയത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ ഈ സ്വന്തം വീട്ടിലുണ്ട്. നമ്മൾ ചേച്ചിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിനെ കാണാം വാ. ചേച്ചി ഇപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ? അങ്ങനെ ഹോസ്പിറ്റലിന് അന്നും പോയിട്ടും പോകുന്നതാണ് ചെല്ലാൻ പക്ഷേ അപ്പോൾ ഇത് ഊരാറായിട്ടില്ല. അപ്പൊ ഇനി ചുമയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞ് പോവാന്ന് വിചാരിച്ചു അങ്ങനെ നിക്കണം. ഇപ്പൊ ഇവിടെ ഇപ്പൊ ആരാ നോക്കാനുള്ളത്? എന്റെ ഏഴാങ്ങളിലാണ് കൊണ്ടുപോകണം. അവരെല്ലാരും വഴക്കായിരുന്നു. ഇപ്പൊ ഇങ്ങനെ രോഗം വന്നപ്പോ എല്ലാരും സ്നേഹത്തിലായി, എല്ലാരും ഒരുമിച്ചായി. അപ്പൊ ഒരു 2023 ചേച്ചി ആ ഒരു അനാഥാലയത്തിലേക്ക് പോയതൊക്കെ. അപ്പൊ അങ്ങനെ പോവാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പോകാനുണ്ടായത് എൻ്റെ ഒരു അനിയത്തി ഇവിടെ താമസിച്ചോണ്ടിരുന്നേച്ചി. അപ്പൊ അവൾക്ക് ഒരു പ്രശ്നം അങ്ങനെ ഭയങ്കര ഒരു മാനസികമായിട്ട്. അപ്പൊ ഞങ്ങൾക്കൊരു കൊപ്രാക്കളമുണ്ട്, അവിടെ പോയി കിടന്ന് 3-4 ദിവസം. അത് കഴിഞ്ഞിട്ട് ഞാൻ സീമനെ വിളിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോ സീമ അവിടെ കൊണ്ടാക്കി തന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി അവരെഴുതി കൊടുത്തിട്ടൊക്കെ കൊണ്ടുപോയത്. അപ്പൊ ആ സമയത്ത് സീമ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സീമൻ ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. വേറെ ആരോടൊന്നും പറഞ്ഞില്ല. സീമനെ എല്ലാവർക്കും ഉപകാരം ചെയ്യണത്. അപ്പൊ സീമനോടാ പറഞ്ഞത്. അപ്പൊ അന്നത്തെ പോയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഒരുപാട് മാനസികമായിട്ടുള്ള ഭയങ്കര തളർന്നൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ സിനിമ ഫീൽഡിൽ അത്രയും നല്ലതായിട്ട് നിന്ന് ഒരു നല്ല രീതിയിൽ കുറെ വേഷങ്ങളൊക്കെ ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ അന്വേഷിക്കാനും അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. നമ്മ നല്ല വേഷമൊക്കെ ചെയ്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിൽ എല്ലാരും തിരക്കും, ഇല്ലെങ്കിൽ ആരും ഇല്ല. എന്നാലും നമ്മളെ കാണുമ്പോ സംസാരിക്കുകയൊക്കെ ചെയ്യും. അമ്മ സംഘടനയാണ് ശരിക്കും വീടൊക്കെ വെച്ചത്. സ്ഥലം തന്നത് അനിയനാണെന്ന് തോന്നുന്നു, ആങ്ങളെയാണ് തന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു ഒരു വീട് വെച്ച് തരേണ്ട ഒരു സാഹചര്യമൊക്കെ? അത് എന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോ ഇടവേള വാവ് വന്ന് അപ്പോഴാണ് അതിന് ഞാൻ വാടക വീട്ടിൽ ഞാൻ താമസിക്കണമെന്ന്, ഞാൻ നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പൊ അവർക്ക് ആദ്യമേ അറിയില്ലായിരുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത്? അവര് ഞാൻ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ. അപ്പൊ ബാബു എന്നോട് പറഞ്ഞ് ചേച്ചി ഒരു 3 സെന്റ് സ്ഥലമാണെങ്കിൽ വീട് വെച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട് വെച്ച് തന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പാല് കാച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു? പാല് കാച്ചലിനൊന്നും ഞാൻ വന്നില്ല, അനിയത്തിനൊരു പ്രശ്നമില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് വീടില്ല, അപ്പൊ അവര് കയറിക്കൊണ്ടില്ല. ഞാൻ ഒറ്റക്ക് പമ്മിച്ചല്ലായി അമ്മയുടെ കൂടെ അവിടെ നിന്ന്.
ചേച്ചിക്ക് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? കാരണം എന്താ വെച്ചാല് ആദ്യം മുതലേ ചേച്ചിയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ചേച്ചി സിനിമയിലേക്ക് വന്നത് തന്നെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് പറയണത് പണ്ടല്ലേന്നാ പറയണ. അപ്പൊ അതൊക്കെ മറന്നുപോയി അവര്. അല്ല, മറന്നുപോയി. അത്രയും മറന്നുപോയി. അത്രയും മാനസിക പീഡനവും കൃഷിയായിരുന്നു. പിന്നെ ഞാനായതുകൊണ്ട് അപ്പൊ കൊപ്രക്കാലത്തിൽ പോയി കിടന്നില്ല. അപ്പൊ ഞാനോട്ട് ഇനി ജീവിക്കല്ല. എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയൊക്കെ ഇവരെ വളർത്തി പോറ്റി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും നല്ല സ്നേഹത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബമൊക്കെ നോക്കി അത്രയും സിനിമകളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഓരോ സിനിമകളും വേഷങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത് പോലും. ആ ഒരു സമയത്തൊക്കെ അത്രയും കുടുംബങ്ങളൊക്കെ നോക്കി, ഒരു കുടുംബം നോക്കി അനിയത്തിമാരെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒറ്റപ്പെടലിലേക്ക് വരുമ്പോഴേക്കും ചേച്ചി എങ്ങനെയായിരുന്നു അത്? ഭർത്താവും മരിച്ചു. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്? ദൈവത്തിനെ വിളിച്ച്, ദൈവമല്ല നമുക്ക് ആരും ഇതല്ല. അങ്ങനെ ബാബു വന്ന് വീടിൻ്റെ കാര്യം നോക്കി. ഈ വീടും കൂടി ഇല്ലാന്നെങ്കിൽ ഞാൻ വലിയ റോസയിൽ നടക്കേണ്ടി വന്നാലേ. അവര് കല്യാണം കഴിച്ചൊക്കെ ജീവിക്കണല്ലേ, അവർക്ക് നമ്മളൊരു ബാധ്യതയാവൂലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കാരണം എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാതെ നിൽക്കണേന്ന് ഞാൻ. ഇപ്പൊ ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ തന്നെ മലയാള മനോരമയിൽ ഞാൻ കൈ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ കൂടെ നിന്നേച്ചത്. അപ്പോൾ ഒത്തിരി പേര് പൈസ അയച്ചു തന്നു. അവരതെല്ലാം അഴിച്ചു മാറ്റി തന്നില്ല ഒന്നും. പിന്നെ അതൊന്നും കുറച്ച് കണക്കിനാണ് പോകുന്നത്. ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈസ ആയിരുന്നില്ലേ അത് തരണം എന്നുള്ളൊരു, ചേച്ചിക്ക് അവകാശപ്പെട്ട ഒരു പൈസയാണ്. ആ ഒരു ഇതുപോലും കിട്ടാതിരിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഇങ്ങനെ പിടിച്ചു പറിച്ച് നോക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഫോൺ വഴിയായിട്ട് അവൾക്കില്ലായിരുന്നു ഫോൺ. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകണല്ലേ. പോകുന്ന മുമ്പ് ഞാൻ ആ ഫോൺ മേടിച്ചപ്പോഴേക്കും 2,25,000 രൂപയിലായി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ 1,00,000 തികച്ചില്ല. അവരതുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത്, മൊബൈലോ എന്തൊക്കെയോ ചെയ്ത്. ഞാനൊന്നും ചോദിക്കാനൊന്നും പോയില്ല. ദൈവം കൂടി കാണിച്ച് അതാ ഇപ്പൊ എനിക്കിത് ചെയ്യാൻ കൂടി പൈസ ഇല്ലാതിരിക്കുന്നത്. ആ സമയത്ത് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചേച്ചിക്ക് പിടിച്ചു മറിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് താന്നൊന്നും പറയാനൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചേച്ചിക്കകത്തോ ചില പക്ഷേ ആർട്ടിൻ്റെ അസുഖത്തിനാണല്ലേ. അപ്പൊ നമ്മളെ ചോദിച്ചു അയാൾക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ ആ മനസ്സിലെ വിഷമം. അപ്പൊ ചേച്ചിക്ക് പറ്റുമെന്ന് എന്താ ആലോചിക്കാത്ത? സാരല്ല, ഞാൻ വർഷത്തല്ലേ പോയി എന്ത് നോക്കാന്. അങ്ങനെ വിചാരിച്ചാ ഞാൻ എപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം ചേച്ചിനെ അറിയുന്ന കുറെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം അവരങ്ങനെ കാണിച്ചു എന്ന് വെച്ചാൽ ഒരിക്കലും ഒറ്റപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇപ്പൊ ഇത് കാണുന്ന കുറെ പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരും ഉണ്ടാവും, ആരെങ്കിലും അന്വേഷിച്ചു. പക്ഷെ ആ സമയത്ത് ആരും ഉണ്ടാവില്ല. ഒന്നും വേണ്ട, നമ്മളൊരു ഫോൺ ചെയ്യാൻ കൂടി ആരുമില്ല. അങ്ങനെ ഒരവസ്ഥയിലെങ്കിലും നമ്മളാണെങ്കിൽ പൈസയൊക്കെ വല്ലതും ചോദിച്ച് ശീലമില്ലല്ലോ. അപ്പൊ ഇതിന് 5,00,000 രൂപ അമ്മയിൽ നിന്ന് ക്ലെയിം കൃഷിയായിരുന്നു. അത് ഓപ്പറേഷന് ചെലവായി. ഇനിയിപ്പോ ഇതിന് വേറെ പൈസ വെക്കണം. ആരെങ്കിലും തരാന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ആരും ഒന്നും കേൾക്കാൻ നേരമില്ല. ആരോടെന്ത് പറയാനാ? ഞാൻ അങ്ങനെ ആരോടൊന്നും പറയൊന്നുമില്ല. അവര് കണ്ടതാണല്ലോ ഇങ്ങനെ ചെന്നത്. അങ്ങനെ ആരും ഒന്നും ചോദിക്കുന്നില്ല. അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ? ഈ 2 ആഴ്ചക്ക് മുമ്പ് ഇങ്ങനെ ആയതുകൊണ്ട് പോയതാണ്. അപ്പൊ അതിന്റെ മീറ്റിംഗ് ആയിരുന്നെന്ന് തോന്നുന്നേ. അപ്പൊ അങ്ങനെ കാണിച്ചോളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ചോദിക്കേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപി ബീനല്ലേന്ന് ചോദിച്ചു. മമ്മൂട്ടിയും അവരൊക്കെ സ്നേഹത്തിലൊക്കെ സംസാരിച്ച്. എല്ലാവരുടെ ഒപ്പം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോഴും ഓർമ്മ നിൽക്കണ വേഷം എന്ന് പറഞ്ഞാൽ കല്യാണരാമനിലുള്ള ഒരു വേഷമാണ് നമുക്കിപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. അപ്പം ഒരുപാട് വേഷങ്ങൾ നായികയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കുന്നത് കല്യാണരാമനിലെയാണ്. 10-20 വർഷമായി അഭിനയിച്ചുള്ളൂ. അങ്ങനെ വെച്ച് അഭിനയിക്കാൻ കൊള്ളൊന്നുമില്ല, നമ്മളാരും വിളിക്കൊന്നുമില്ല. പിന്നെ പണ്ടത്തെ അറിയുന്ന ആൾക്കാരാണെങ്കിലും
വിളിച്ചാൽ പോയി ചെയ്യാൻ അത്രയേ ഉള്ളൂ. 10-20 വർഷമായി അഭിനയിച്ചിട്ട്. അങ്ങാടി ഒന്ന് അമ്മ ചോദിക്കാനൊരു അങ്ങനെയുള്ള ഒരു ഒന്നും എനിക്കറിയാൻ പാടില്ല. വിളിച്ചാൽ പോവും, അഭിനയിക്കുക, അത്രയേ ഉള്ളൂ. എപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ അതെന്താവില്ല, അത് നമുക്ക് വേഷം കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒത്തിരി പേര് ഇറങ്ങിയിട്ടില്ല. എനിക്ക് നാവിന് ഭയങ്കര തളിപ്പുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും സിനിമാക്കാർക്കൊക്കെ സ്നേഹം തന്നെ. പിന്നെ എല്ലാവർക്കും അവരുടേതായുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ആരും ഒന്നിനും ഇടപെടില്ല. അപ്പൊ ഓരോരുത്തർ ചോദിക്കും ആരെങ്കിലും വന്നാ കാണാന്നൊക്കെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ സീമ വന്നു. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞ് ആരെയും കാണാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ സീമ വന്നിട്ട് പോയായിരുന്നു. എവിടെന്നെങ്കിലും മാറ്റി നിർത്തപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? മൊത്തം മാറ്റി നിൽക്കലില്ല, വീടും ഒക്കെ ആയിട്ട് നിൽക്കലില്ല. എന്നാലും നമ്മെല്ലാം സഹിച്ച് ജീവിച്ചു പോകണ്ടേ. ഒറ്റക്കൊക്കെ ജീവിക്കാനുള്ള തന്നെയൊന്നുമില്ല. ഈ കൊച്ചിനാണെങ്കിലും നമ്മൾ പൈസ കൊടുക്കണ്ടേ, നമ്മുടെ കൂടെ നിൽക്കണല്ലേ. ഈ ശ്വാസം മുട്ടലൊക്കെ വരുവേ, അന്നേരം അതാണ് ഓരോന്നെ ചെയ്തു തന്നത്. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ആരായിരുന്നു? ആങ്ങളുടെ കക്ഷിയാള് ചോറും അതങ്ങനെ കൊള്ളുന്നല്ലോ, കാലത്ത് ഉച്ചക്കും രാത്രിയും കൊള്ളുന്നല്ലോ. എനിക്ക് കഴിക്കാൻ പറ്റൂല, ചോറൊന്നും കഴിക്കാൻ പറ്റൂല. എന്താ കഴിക്കുക അപ്പൊ? രാവിലെ പുഷും പപ്പടവും ഒക്കെ ആണെങ്കിൽ കഴിക്കും, ചോറൊന്നും കഴിക്കാൻ പറ്റൂല, തൊണ്ടക്കെട്ടൂല്ലേ. അങ്ങനെ ഒരു പ്രയാസം. ഇന്നലെ അപ്പൊ രാത്രി ഒരു പഴം കഴിച്ചിട്ട് എന്തോ ഇവിടെ കശി നിൽക്കുന്ന പോലെ ശ്വാസം മുട്ടി, ഭയങ്കര ശ്വാസം മുട്ടി. ഇവിടെയൊക്കെ ശ്വാസം മുട്ടി എവിടെ പോകണം. ഇല്ല, രാത്രികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ വരുമ്പോ അറിയാം, ഈ ഒരു വീട് ഇരിക്കുന്നത് കുറച്ചുള്ളിലേക്കുള്ള ഒരു ഏരിയ ആണ്, വഴിയൊക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ എങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോവുക? ആരെങ്കിലും ഒക്കെ ഉണ്ടോ കൊണ്ടുപോകും? ആരും ഉണ്ടാവില്ല, നമ്മ ഇവിടെ തന്നെ എനിക്കല്ലേ വരൂ. പിന്നെ അങ്ങനെ വിളിച്ചവൻ വരും, കാറുമായിട്ട് വന്ന് കൊണ്ടുപോകും. പിന്നെ പോണെങ്കിൽ എറണാകുളത്ത് പോണേ, ഇവിടെ ആശുപത്രി ഇല്ലല്ലോ. ഇപ്പൊ ഇത് എടുക്കാൻ പല ആശുപത്രിയും ചെയ്തപ്പോ അവര് പറഞ്ഞ് ഇത് ചെയ്ത സ്ഥലത്ത് തന്നെ ചെയ്തോളാൻ പറഞ്ഞ്, ആരും ചെയ്തൊന്നുമില്ല. ഇപ്പൊ ഏകദേശം എത്ര രൂപയോളം ചെലവായിട്ടുണ്ടെന്ന് വലുതും? ഇപ്പൊ ഒരു 7 ലക്ഷം രൂപയും ചെലവായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരുന്നു കണ്ടെത്തിയത് ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ? അമ്മ തന്നെ തന്നത്. പിന്നെ ഞാൻ അഭിനയിച്ച കാശ് കുറച്ച് കൂട്ടി വെച്ച് എന്തായാലും 2 ലക്ഷം രൂപയെങ്കിലും. അപ്പൊ അതെല്ലാം ഇതിനു വേണ്ടി ചെലവായി. മൊത്തം സേവിങ്സ് ഒക്കെ ഇതിനു വേണ്ടിട്ട് എടുത്തു അല്ലെ? 5 ലക്ഷം രൂപ അവര് തന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നടക്കൂലല്ലോ. ആയ കാലത്ത് കൊറേ എന്താ പറയാ, ആർക്കെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ കൊടുത്തിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം അറിയുന്ന ആൾക്കാർക്കൊക്കെ കടം കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. അന്ന് കൊടുത്തിട്ടുള്ള ആൾക്കാരെ എപ്പോഴെങ്കിലും വയ്യാണ്ടിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു? അത് തീരെ നിവർത്തിയില്ലാത്ത ആൾക്കാരെ ഞാൻ സഹായിക്കും. അവരുടെ സ്നേഹമാണ് എനിക്ക്. എപ്പോഴെന്നാ പറഞ്ഞാലും എന്നോട് ഭയങ്കര സ്നേഹമാണ്, അല്ലാതെ ആർക്കും സ്നേഹമൊന്നുമില്ല. അപ്പൊ ആ കൊടുത്തിട്ടുള്ള ആൾക്കാർ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ? കൂടെ എനിക്കെന്നും കണ്ടാലും ഭയങ്കര സ്നേഹമാണ്. കൂടെ നിൽക്കും എന്ന് വിചാരിച്ചുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ എല്ലാവരെയും അങ്ങനെ നോക്കണത്, എല്ലാവരും അങ്ങനെ നോക്കാറില്ല. പിന്നെ അനിയത്തികളൊക്കെ വരും. വിചാരിക്കാത്ത സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടായി എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന്, അതായത് ഇപ്പൊ ഇത്രയും വലിയ ഓപ്പറേഷൻ നടന്നിട്ടും കൂടെ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല, ഈ കൊച്ചു മാത്രം. ആരും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു സംഭവിച്ചത്? ആദ്യമേ എങ്ങനെയായിരുന്നു ഇതിന്റെ സിംറ്റംസ്? കുരു പോലെ വന്നു. എന്നിട്ട് അപ്പൊ നമ്മ കിടക്കാൻ നേരത്ത് നാക്ക് കഴിക്കൂല, അങ്ങനെ കഴിച്ച് പൊട്ടി അങ്ങനെ വന്നതാ. അപ്പൊ കൊണ്ടുപോയി കാണിച്ചപ്പോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്, അപ്പൊ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ക്യാൻസർ ആണെന്ന് കേട്ടുമ്പോ നമുക്ക് എല്ലാവർക്കും ക്യാൻസർ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് പേടിയാണ്. എനിക്ക് പേടിയില്ല, ഞാനിപ്പോ എന്തെങ്കിലും ഇങ്ങനെ ജീവിക്കണം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങനെ നമുക്ക് എല്ലാം ഇട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോവാൻ പറ്റും? നമുക്ക് ആരെങ്കിലും ഇപ്പൊ അമ്മ മരിച്ചിട്ട് 2 വർഷമായി. അമ്മയുണ്ടെങ്കിൽ നമുക്ക് അമ്മയുണ്ടെങ്കിൽ വിചാരിക്കാം. ഇതിപ്പോ ആദ്യമില്ലാത്ത ജീവിക്കണ പോലെ ജീവിക്കാം. പിന്നെ ഇളയാങ്ങളെ വന്ന് നോക്കിയൊക്കെ ചെയ്യണം. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണവരാണ്. ആ സമയത്ത് ഇങ്ങനെ അറിഞ്ഞ സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചേച്ചി തന്നെ അന്വേഷിച്ചായിരുന്നു, അതോ ആരെങ്കിലും വഴി? അല്ലെങ്കിൽ അതൊന്നും അറിയില്ല.
അവിടെ ചെന്ന് വലിക്കരുത്. ആ, അല്ലാതെ നമുക്ക് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് പരിചയമുള്ള ആരും ഇല്ലല്ലോ. ആ. അപ്പൊ അവിടെ ചെന്നപ്പോ പറഞ്ഞ് സ്കാൻ ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് നാവ് ഇങ്ങനെ മുറിച്ച് മാഷിട്ട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മ വെറുതെ ഇരിക്കും. ആരെങ്കിലും പറയും ഇങ്ങനെ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് വലിയ ഓപ്പറേഷൻ ആയിരുന്നു. ഈ കാലിൻ്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മുറിച്ച് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ അവര് വീഴ്ച ഒക്കെ ചെയ്തത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ മെഡിക്കലും കൂടി ഉണ്ടെന്ന് അറിയുമ്പോൾ അവര് കുറച്ച് തന്നെ ക്ലെയിമും കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് അമ്മയെല്ലാം അങ്ങനെയാണ്. അന്വേഷിച്ചില്ലാതെ പേരുള്ളൂ. അവർക്ക് എല്ലാവർക്കും ക്ലെയിം ഉണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും നമുക്ക് അസുഖം വന്നാൽ കൊണ്ടുപോകാനായിട്ട് ഒരു കുടുംബം പോലെ അമ്മ ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും എല്ലാം ചോദിച്ചു. ഇപ്പൊ ബാബുരാജിനുള്ള ബാബുരാജൊക്കെയാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തിനും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടായി. പിന്നെ ശേഷല്ല ജയൻ എന്ന് പറഞ്ഞിട്ട് ആ ജയഞ്ചേട്ടനൊക്കെ എല്ലാവരും വന്ന സ്നേഹത്തിനാണ് എപ്പോഴും വിളിക്കും. ജയഞ്ചേട്ടനൊക്കെ വിളിക്കും. ബാബുരാജ് എന്തെങ്കിലും ആവശ്യമുണ്ട്. ഞങ്ങൾക്കിപ്പം മരുന്ന് ക്ഷാമമുണ്ട്. എനിക്ക് ഒത്തിരി മരുന്നിൻ്റെ ആവശ്യമുള്ളതല്ല. അത് അമ്മയിന്ന് ഫ്രീ ആയിട്ട് തരും. വലിയൊരു ആശ്വാസം. അതെ അതെ. അല്ലെങ്കിൽ ഭയങ്കര പൈസയാണ്. നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റൂലല്ലോ. അതിന് കഴിക്കണം. അപ്പൊ അങ്ങനെ ബാബുരാജ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഫ്രീ ആയിട്ട് മരുന്ന് എല്ലാ മാസവും വീട്ടിലെത്തുമെന്ന് പറഞ്ഞു. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ മരുന്ന് മേടിക്കണമെങ്കിൽ നമ്മളെ കാശ് വേണം. സേവിങ്സ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെപ്പോഴേ കഴിഞ്ഞ്. പിന്നെ ഞാനങ്ങനെ ഒരു സ്ഥലത്തും പോവുകയും ഒന്നും ചെയ്യില്ല. ഇവിടെ തന്നെയാണ്. പിന്നെ ഇപ്പൊ അവര് ചോറ് കൊള്ളുന്നുണ്ട്. അപ്പൊ അതങ്ങനെ നമുക്ക് കഴിക്കാനും പാടില്ല. എന്നാലും മരുന്ന് ഒത്തിരി മരുന്നുണ്ട് കഴിക്കാൻ. അപ്പൊ ഒരു വീട് എന്തെങ്കിലും കഴിക്കും. അത്രേ ഉള്ളൂ. ഇപ്പം അവരോടാണെങ്കിലും ചോദിക്കണ്ടേ പൈസക്ക് വേണ്ടിയിട്ട് അനിയന്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ? അവരതൊന്നും തരില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. ഞാൻ ചോദിക്കാറില്ല. നമുക്കറിയാം ചോദിച്ചാൽ എന്താണ് കൃഷ്ണമോണെന്നറിയാം. അതാണ് ഞാൻ ചോദിക്കാറൊന്നുമില്ല. ചേച്ചി എന്നോട് വന്നപ്പോ പറഞ്ഞില്ലേ നമുക്ക് തറവാട്ട് വീട്ടിലേക്ക് പോവാന്ന്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇവിടെ ഇപ്പൊ വയ്യാണ്ടായപ്പോ ഈ കായലൊക്കെ മിസ് ചെയ്യണ്ടാവും അല്ലേ ശരിക്കും? അല്ലെങ്കിൽ നേരത്തെ കായലിന്റെ അവിടെ പോയിരിക്കുന്നില്ല. കായലിന്റെ അവിടെ പോയിരിക്കില്ല. എപ്പോഴും കാണുന്നോണ്ട് വലിയ ഇതില്ല അല്ലേ? നമ്മള് തറവാട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ. ഇപ്പൊ ഇവിടെ ആരൊക്കെയുള്ള? ഈ വീട്ടിൽ ആരൊക്കെയുള്ള? കൊച്ചുണ്ട് അല്ലേ? ഈ ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിശപ്പൊക്കെ മാറാനായിട്ട് എങ്ങനെ വെള്ളം കുടിക്കും അല്ലേ? ചോറ് തിന്നാൻ പറ്റില്ല. കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒന്നും ചിലപ്പോ ആരെങ്കിലും മുന്തിരി എന്തെങ്കിലും മേടിച്ചൊക്കെ തരും. കയ്യിന്റെ ഇവിടെ എന്നോട് വന്നപ്പോ പറഞ്ഞായിരുന്നു മൊബൈൽ ഫോൺ പിടിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല, ബലം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്തായിരുന്നു പറ്റിയ? ഇത് തൊലിയെടുത്ത് നാക്കി വെച്ച് നാക്ക് കഴിച്ചു കളഞ്ഞിട്ട് ഇവിടുന്ന് തൊലിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ അന്നപ്പോ രേഷ്മ ഉണ്ടായിരുന്നോ കൂടെ? രേഷ്മ അല്ല, വേറൊരു പെൺകൊച്ചായിരുന്നു ഉള്ളത്. അത് കഴിഞ്ഞാൽ രേഷ്മ വന്നത്. അപ്പൊ പുറത്തേക്കൊക്കെ പോണം എന്നൊക്കെ തോന്നുമ്പോ എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും മേടിച്ചോണ്ട് തരാനുണ്ട്? അനിയൻ മേടിച്ചോണ്ട് തരും? മരുന്നെല്ലാം മേടിച്ചോണ്ട്. അന്നത്തെ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇതൊക്കെ ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? ഏറ്റവും ഇഷ്ടം ഏതായിരുന്നു? ഫസ്റ്റ് ചെയ്ത മൂവിയാണോ അതോ അടുത്ത് ചെയ്തതാണോ? കള്ളംപവിത്രം തന്നെയാണ് ഓർമ്മ. കല്യാണരാമന്റെ ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? 2 ദിവസം അതിന്റെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സീനിലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞില്ലേ നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ നിക്കുന്നത് എപ്പോഴും ചിരി വരുന്നു. അതെന്തായിരുന്നു? അത് ഒരു പീസ് വെള്ളത്തിൽ പോയതാന്ന് പറഞ്ഞിട്ടല്ലേ? എത്ര പ്രാവശ്യം വീണ്? 5-6 പ്രാവശ്യം വീണ്. ശരിയാവാഞ്ഞിട്ട് പിന്നെ ഡ്രസ് മാറിയിട്ട് പിന്നെയും വരും. പിന്നെ തേങ്ങ ശരിക്കുള്ള തേങ്ങ ഇല്ല. ഇതാണ് ആർട്ടിന്റെ ആൾക്കാർ ഉണ്ടാക്കുന്ന തേങ്ങയാണ്.
അപ്പൊ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ആ സീന്? സലിംകുമാർ ഏട്ടന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ? അത് നമുക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ല അല്ലേ? ഓർമ്മയുണ്ടല്ലേ നല്ല? ഓർമ്മയുണ്ട്. അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ വാർത്തയിൽ വീഴണമെന്ന് അറിയാൻ പാടില്ല. അത് ശരിക്കും നമ്മൾ എറിയുമ്പോ വീഴണോലെ വീഴണമല്ല. വീഴണം. ഇത് അമ്മി വെച്ചല്ലേ വീഴണത്. അങ്ങനെ അത് ചെയ്തായിരുന്നു. നല്ല രസാ പോയെ എന്ന് പറയണതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അതൊക്കെ സലിംകുമാറിന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടുണ്ടോ അമ്മയുടെ എന്തെങ്കിലും മീറ്റിങ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോ? ഇപ്പൊ ഒരു വർഷത്തിന് മുമ്പ് സലിംകുമാർ എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ച്. അവരുടെ വിഷയിലായിരുന്നു ഷൂട്ടിങ്. അപ്പൊ വിഷയിൽ പോയായിരുന്നു. ഒരു ദിവസത്തെ അവർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിന്നീട് അങ്ങോട്ട് ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞില്ലേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ എന്നുള്ളത്. അപ്പോ അതിനുശേഷം ഇങ്ങനെ പുതിയ ആൾക്കാരൊക്കെ വരുമ്പോ പഴയ ആൾക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നു എന്ന് തോന്നണുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും സ്നേഹമാണ് തമ്മി. അല്ലാതെ പഴയതാണ് പുതിയതാണെന്നൊന്നും ഇല്ല. സലയു എല്ലാരും നല്ല സ്നേഹമാണ്. ഉണ്ടായിട്ടില്ല. ഇപ്പൊ പണ്ടൊക്കെ നേരത്തെയൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴേക്കും പൈസ തരാതിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അത്? പറഞ്ഞു പൈസ മേടിക്കാനായിട്ട്? അത് കള്ളച്ചേക്കായിരിക്കും. നമ്മ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവിടെ ഇരുന്ന് കുറച്ചു നേരം കരയും, തിരിച്ചു പോരും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പൈസ തരൂല. പിന്നെ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സ്കൂളിൽ ഒരു പ്രാവശ്യം ഒരു നാടകത്തിന് ചെയ്തായിരുന്നു. അല്ലാതെ നാടകം കാണാൻ പോകാനാ. ഇവിടെ നിന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ സിനിമ ഫീൽഡിലോട്ട് വന്നത്? എങ്ങനെയാ? എൻ്റെ ഒരു അങ്കിൾ വഴിയായിട്ട്. ഗോവിന്ദൻകുട്ടി. അപ്പൊ അങ്കിള് വഴിയാ വന്നത് അല്ലേ? നമ്മുടെ തലയെഴുത്ത് ഈ വെള്ളത്തിനകത്ത് ഞാൻ സിനിമയിൽ പോയി അഭിനയിക്കണ്ട ഗതികേട്. നായികയായിട്ടൊക്കെ അഭിനയിച്ചപ്പോഴേക്കും വീട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വർഷം വരില്ല ഷൂട്ടിങ്ങിന്. ആണോ? അപ്പൊ അവര് ഡയറക്ടർ മണി മരിച്ചുപോയില്ലേ, ആ മണി സാറ് പറഞ്ഞായിരുന്നു സിനിമയാണ് സൂക്ഷിച്ചു കണ്ടു നോക്കളും. നമ്മൾ നല്ല വേഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്ന് പോകാൻ പറ്റൂലല്ലോ. സാറ് നല്ല ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്കിള് കാരനാണ് വന്നത്. അപ്പൊ വീട്ടുകാർക്ക് അപ്പൊ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ലായിരുന്നു? എൻ്റെ ഒരു അങ്കിള് വഴിയായിട്ടാണ് ഗോവിന്ദൻകുട്ടി എങ്ങനെ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ സ്കൂളിൽ ഡാൻസ് ഒക്കെ കളിക്കും. അപ്പൊ ഞങ്ങള് കുറച്ച് ഡാൻസ് കളിക്കണമെന്ന് സിനിമയെ കയറ്റണമെന്നും പറഞ്ഞാണ് സിനിമയിൽ പോയത്. മാമാങ്കം അതിലാണ് അഭിനയിച്ചത് ഗോവിന്ദൻകുട്ടി പറഞ്ഞു വെച്ചത്. പിന്നെ 36-ാം വയസ്സിൽ കല്യാണം കഴിച്ചു അല്ലേ? കല്യാണം കഴിച്ചല്ല, ഇറങ്ങിപ്പോയതാ. ആണോ? പറഞ്ഞ പ്രേമവിവാഹമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ പോച്ചി മതിയേ, നമുക്ക് എപ്പോഴും വർക്കുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പോയതാ. എങ്ങനെയാ ആളെ കണ്ട് ഇഷ്ടപ്പെട്ട? സാബു ചേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാ? അത് ഏതിലും വലിയ കുഴി പോയി ചാടി. എനിക്ക് 30 സെന്റ് സ്ഥലം തന്നതാ. അതുകൊണ്ട് പണയം വെച്ച് അത് പോയില്ലേ? ആ ദേഷ്യം ഇരിക്കുന്നുണ്ട് എന്നോട്. അതുകൊണ്ടാണോ അങ്ങനെ ഒരു ദേഷ്യം ഇപ്പോഴും ഉള്ളിൽ കിടക്കണോണ്ടാണോ ഇപ്പൊ നോക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ കാണിച്ചിരുന്നത്? അവൻ പൊന്നുപോലെ ഇപ്പൊ നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അപ്പാപ്പ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെയായിരുന്നു ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ? അത് ഭയങ്കര കൂടിയായിരുന്നു. അത് അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. അതുപോലെയാണ് കുളിച്ച്. പിന്നെ 1/2 കിലോട്ട് തളർന്നു പോയ ചിക്കൻ ബോക്സ് വന്നിട്ടല്ലേ? അതെ. കുറെ ആളായിട്ട് കഷ്ടപ്പെട്ടു. എന്നാലും വീട്ടിലും നല്ലതാണെന്ന് വിചാരിച്ച് അവിടെ നിന്ന്. അപ്പോ അതിനുശേഷം ആള് മരിച്ചതിന് ശേഷം ആണ് ഒരു ഒറ്റപ്പെടല് ആ ഒരു ഫീൽ ചെയ്തത്. അന്നേരം ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ലേ? നമുക്കൊരു കൂട്ടരാളുണ്ടായോ. അയാളെ കൊണ്ട് നമുക്ക് പൈസ കഴിച്ചാൽ നമുക്കൊരു ഉപകാരമൊന്നുമില്ല. അപ്പൊ ഒരാള് കൂടെ അഭിനയിച്ച് പോയി കഴിഞ്ഞ് വരുമ്പോ കാശ് മൊത്തം മേടിച്ചെടുക്കുകയല്ലോ.
എന്നാലും കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ ആളുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യമാണ് അല്ലേ. അതെ. ഇപ്പോ കുട്ടികളെ പോലെ സ്നേഹിക്കാനായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നത്? ഒരു എന്താ പറയാ, അനിയന്മാരുടെ മക്കളും അവരൊക്കെ ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ സ്നേഹമാണ്. അധികം മക്കളില്ല, ഒരാള് 3 ആങ്ങളമാർക്കും കൂടി 3 പിള്ളേര്. 3 പിള്ളേരാ ഉള്ളെ. പിന്നെ പെമ്മക്കൊക്കെ ഈരടിച്ച പിള്ളേര്. അവരൊക്കെ വല്ലപ്പോഴല്ലേ വരുള്ളൂ. അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഇളയ അനിയൻ മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാരും ആരെങ്കിലും ഒക്കെ വിളിക്കാറൊക്കെ ഉണ്ട്? ആങ്ങളമാരോ? 3 ആങ്ങളമാര് ഇവിടെ തന്നെയുണ്ട്. ഈ വീട്ടിൽ തന്നെ? അതോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് 3 പേർക്കും കായല് വേണം, കായലരികിൽ. അപ്പൊ ഞാൻ തന്നെയാണ് എല്ലാം വിരിച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനെ വഴക്കൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു. വഴക്കൊന്നും ഇല്ലാണ്ട് ഇപ്പോഴും അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? സുരേഷ് ഗോപി സാറൊക്കെ വന്ന് സംസാരിച്ചു. എങ്ങനെയാ അവര് എന്താ പറഞ്ഞത്? എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എല്ലാരും കൂടി ഇരിക്കുമ്പോ അവര് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. മമ്മൂട്ടി എല്ലാരിൽ വന്നിരുന്ന് കസേരമേ അത് തിരിഞ്ഞു നോക്കിയപ്പോ ഇത് കണ്ടപ്പോ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. നമ്മള് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ. അപ്പൊ ആളെന്താ പറഞ്ഞേ? അങ്ങനെ അവിടെ ഒന്നും പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ഭർത്താനായി പോകും. അതാണ് അവര് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. പേഴ്സണലായിട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആരെയും അങ്ങോട്ടും വിളിച്ചിട്ടില്ല. ജയം വിളിക്കുമായിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഇതും വിളിക്കുമായിരുന്നു, ബാബുരാജ്. മരുന്നിന്റെ കാര്യവും അങ്ങനെയൊക്കെ അന്വേഷിക്കൊക്കെ ചെയ്യും. ഇനിയിപ്പോ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ അവര് റെഡിയാക്കും അല്ലേ? വേഗം റെഡിയാക്കും, അടുത്ത മാസം തൊട്ട്. അന്ന് കൂടെ അഭിനയിച്ചിരുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല, ഞാൻ പൊതുവെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. അവിടെ നിന്ന് കൂട്ടുകെട്ടുകൾ കുറവാണോ? സിനിമാ ഫീൽഡിൽ കുറവാണ്. ബഹളം വെച്ച് ഓടി നടക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ അമ്മ വിളിക്കാൻ വന്നല്ലേ, എവിടെയെങ്കിലും സ്ഥലത്തിരിക്കും, അത് വിളിക്കുമ്പോ പോയി അഭിനയിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് പൊക്കോട്ടെ. സന്തോഷം. ഇപ്പൊ കൊറേ നാളായില്ലേ ക്യാമറയൊക്കെ ഫേസ് ചെയ്തിട്ട്? അതെ, എത്രയോ വർഷമായി. ഇപ്പൊ അവിടെ ചെന്നാലും അമ്മയുടെ ഷൂട്ടിങ്ങിന് ചെന്നാലും അങ്ങനെ ക്യാമറ ഒഴിവ് സമയത്ത് മാത്രം ക്യാമറ വന്ന്, അതെല്ലാരും കൂടി ഉള്ളതല്ലേ, സ്പെഷ്യലായിട്ടും അങ്ങനെ ഒന്നും ചെയ്യൂലല്ലോ. നമ്മള് സ്പെഷ്യലായിട്ട് ഒന്നും എടുത്തില്ലേ? സന്തോഷായില്ലേ? ശരിക്കും കുട്ടികളുടെ സ്വഭാവന്നാ പറഞ്ഞേ അല്ലേ? കുട്ടിക്ക് സന്തോഷായോ? സന്തോഷായില്ലേ? ഇപ്പൊ ഇനി വിഷമങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. ഇടക്കാണെങ്കിലും നമ്മളെല്ലാരും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ഉണ്ടാവും. ആരെങ്കിലും ഒരാളൊക്കെ, ആരെങ്കിലും 2-3 പേരാണെങ്കിലും വിളിച്ചാലും അത്രയും സന്തോഷല്ലേ? ഫോണിൽ വിളിച്ചാലും ഒക്കെ. ഇപ്പൊ ആണെങ്കിലും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. വീട്ടുകാരാണെങ്കിലും എല്ലാരും നല്ല രീതിക്കൊക്കെ നോക്കുന്നുണ്ട്. ആ ഒരു സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് പോട്ടെ. പിന്നെ ഇതിന്റെ കാര്യമാണുള്ളത്, ഫിനാൻഷ്യലി നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട്. സേവിങ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഒന്നുമില്ല. അപ്പൊ അതിനുള്ള ഒരു വക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒന്ന് എന്താ പറയാ, അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചേച്ചിക്ക്, നമുക്ക് ബീന ചേച്ചിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ ചേച്ചിക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, ഒറ്റപ്പെടൽ ഉണ്ട് എന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ.